നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കാണ് പോപ്കോൺ. സിനിമ കാണുമ്പോഴും തിയേറ്ററിലുമൊക്കെ ഒരു ബക്കറ്റ് പോപ്കോൺ പലർക്കും നിർബന്ധമാണ്. ഇപ്പോൾ വീടുകളിലും മൈക്രോവേവുകളിൽ പോപ്കോൺ ഉണ്ടാക്കുന്നവരുണ്ട്. എന്നാൽ ഈ മൈക്രോവേവ് പോപ്കോൺ ക്യാൻസറിന് കാരണമാകുമെന്ന ചില പഠനങ്ങൾ പുറത്തു വന്നിരുന്നു. പോപ്കോണിൽ കുറഞ്ഞ തോതിലാണ് കലോറി അടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഫൈബറും ധാന്യങ്ങളും ഒക്കെ കൊണ്ട് സമൃദ്ധവുമാണ്. എന്നിട്ട് മൈക്രോവേവ് പോപ്കോൺ എങ്ങനെയാണ് ക്യാൻസറിന് കാരണമാകുന്നത് നോക്കാം. ഫ്രഞ്ച് ഫ്രൈസും പൊട്ടറ്റോ ചിപ്സും പേസ്ട്രീസും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് ആണ്. എന്നാൽ ഇത്തരത്തിലുള്ള പലഹാരങ്ങൾ ഡയബറ്റീസ്, കൊളസ്ട്രോൾ, ഹൃദ്രോഗങ്ങൾ എന്തിന് ക്യാൻസറിന് വരെ കാരണമാകും. എന്നാൽ കുറവ് കലോറിയും നല്ല രീതിയിൽ ഫൈബറുമുള്ള പോപ്കോൺ വരെ ക്യാൻസർ ഭയത്താൽ പലരും ഒഴിവാക്കുകയാണ്. അതേസമയം ക്യാൻസർ ഡയറ്റീഷ്യൻ നിക്കോൾ ആൻഡ്രൂസ് ഇതൊരു തെറ്റിദ്ധാരണയാണെന്നാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ പറയുന്നത്. മൈക്രോവേവ് പോപ്കോണും മൈക്രോവേവ് ഓവനുകളും നേരിട്ട് ക്യാൻസറിന് കാരണമാകില്ല. മൈക്രോവേവ് പോപ്കോൺ പാക്കേജുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില രാസവസ്തുക്കളാണ് മുൻകാല പഠനങ്ങളിൽ സംശയാസ്പദമായത്. PFC എന്നറിയപ്പെടുന്ന രാസവസ്തുക്കൾ ഗ്രീസിനെ പ്രതിരോധിക്കാൻ ഉപയോഗിച്ചിരുന്നു. പക്ഷേ PFCകളുടെ ദീർഘകാല ഉപയോഗം PFOA എന്ന ക്യാൻസറിന് സാധ്യതയുള്ള രാസവസ്തുവായി മാറുന്നു. അതായത് PFOA എന്ന രാസവസ്തുക്കൾ പോപ്കോൺ ചൂടാക്കുമ്പോൾ അതിലേക്ക് പ്രവേശിക്കും. പിന്നീട് അത് നമ്മൾ കഴിക്കുമ്പോൾ രക്തത്തിൽ കലരുകയും ശരീരത്തിൽ കുറെ കാലം കിടക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. എന്നാൽ 2016 മൈക്രോവേവ് പോപ്കോണുകളുടെ പാക്കറ്റിൽ നിന്നും PFOA നീക്കം ചെയ്തിട്ടുണ്ടെന്നും അതിനാൽ മൈക്രോവേവ് പോപ്കോൺ കഴിക്കുന്നതിൽ പ്രശ്നമില്ലെന്നും ആൻഡ്രൂസ് പറയുന്നു. 3 കപ്പ് എയർ പോപ്ഡ് പോപ്കോണിൽ വെറും 90 കലോറിയും ഏകദേശം 3.5 ഗ്രാം ഫൈബറും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു സൂപ്പർ ഹെൽത്തി സ്നാക്ക് തന്നെയാണ്, ആൻഡ്രൂസ് കൂട്ടിച്ചേർത്തു. എന്നാൽ എണ്ണയോ ഉപ്പോ ചേർക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കണമെന്നും പറഞ്ഞു. അതേസമയം മൈക്രോവേവ് പോപ്കോൺ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. മൈക്രോവേവ് പോപ്കോണുകൾക്ക് അതിന്റെ രുചിയും മണവും ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഡയാസിറ്റൈൽ എന്ന രാസവസ്തു വലിയ തോതിൽ നമ്മൾ ശ്വസിക്കുന്നത് ശ്വാസകോശത്തെ സാരമായി ബാധിക്കുന്നു. ഈ അവസ്ഥയെ പോപ്കോൺ ലങ് എന്നാണ് വിളിക്കപ്പെടുന്നത്. പോപ്കോൺ ലങ് കാരണം ശ്വാസം എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ആസ്മ പോലുള്ള ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. എന്നാൽ 2 ദശകങ്ങൾക്ക് മുമ്പ് ഈ പോപ്കോൺ ലങ് എന്ന രോഗം കൂടുതലായും കാണപ്പെട്ടിരുന്നത് മൈക്രോവേവ് പോപ്കോൺ പ്ലാന്റിലെ തൊഴിലാളികൾക്കായിരുന്നു. കാരണം അവർ വലിയ അളവിൽ ഡയാസറ്റൈൽ ശ്വസിക്കുകയും അവരിൽ രോഗം പിടിപെടുകയും ചെയ്തിരുന്നു. ഇത് കാരണം 100 കണക്കിന് തൊഴിലാളികളാണ് മരണപ്പെട്ടത്. അങ്ങനെ 2007 പ്രധാനപ്പെട്ട പോപ്കോൺ നിർമ്മാണശാലകൾ അവരുടെ ഉൽപ്പന്നങ്ങളിൽ നിന്നും ഡയാസറ്റൈൽ ഒഴിവാക്കി. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ക്യാൻസറിനും പോപ്കോൺ ലങ്ങിനും കാരണമാകുന്ന രാസവസ്തുക്കൾ മൈക്രോവേവ് പോപ്കോണിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില രാസവസ്തുക്കൾ ഇവയുടെ പാക്കേജിങ്ങിൽ ഉണ്ടെങ്കിലും അത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതല്ല. ഇന്നത്തെ മൈക്രോവേവ് പോപ്കോൺ നേരിട്ട് ക്യാൻസറിന് കാരണമാകില്ല. എന്നാൽ അമിതമായ ചേരുവകൾ ചേർക്കാതെ പ്രോസസ്ഡ് പോപ്കോൺ ഒഴിവാക്കി എയർ പോപ്ഡ് പോപ്കോൺ കഴിക്കുന്നത് കൂടുതൽ ആരോഗ്യകരമാണ്. ചുരുക്കം പറഞ്ഞാൽ മൈക്രോവേവ് പോപ്കോണുകൾ ഒരിക്കലും നേരിട്ട് ക്യാൻസറിന് കാരണമാകില്ല. ഇനിയും ആശങ്കകളുള്ളവർ വീട്ടിൽ പ്രഷർ കുക്കറിൽ തയ്യാറാക്കിയതോ അല്ലെങ്കിൽ എയർ പോപ്ഡ് പോപ്കോണോ കഴിക്കാവുന്നതാണ്.